ഒന്നാമത്തെ ഒരു പ്രശ്നം ഉയരുന്നത് ഇതൊരു സമഗ്രമായ ഒരു പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയിരിക്കുന്ന ഒരു പ്രോജക്റ്റ് അല്ല. ഒരു ഡീറ്റെയിൽഡ് പ്രോജക്റ്റ് റിപ്പോർട്ട് പോലും ഇല്ല. DPR പോലും തീരദേശ ഹൈവേക്കില്ല. ഇത് വളരെ പാരിസ്ഥിതികമായി സെൻസിറ്റീവായൊരു പ്രദേശത്തുകൂടിയാണ് ഇത് പോകുന്നത്. പാരിസ്ഥിതിക ആഘാത പഠനമോ സാമൂഹ്യ ആഘാത പഠനമോ നടന്നിട്ടില്ല. സമൂഹത്തിൻ്റെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ജനവിഭാഗങ്ങൾ താമസിക്കുന്ന പ്രദേശത്ത് അവരുടെ ജീവിതത്തിൽ വരുത്താൻ പോകുന്ന സോഷ്യൽ ഇമ്പാക്റ്റ് എന്താണ് എന്ന് ഒരു പരിശോധനയും നടത്തിയിട്ടില്ല. മാത്രമല്ല, ഇപ്പോൾ ഒരു ഹൈവേയുടെ നിർമ്മാണ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്, NH66. അത് തന്നെ നമുക്ക് അനിവാര്യമായ ഒന്നാണ്, നമുക്കത് വേണം, നിർബന്ധമായി വേണം, നമ്മളെല്ലാം അതിന് പിന്തുണ കൊടുക്കുന്ന. പക്ഷേ അത് തന്നെ ഉണ്ടാക്കുന്ന പാരിസ്ഥിതികമായ പ്രശ്നങ്ങൾ ധാരാളമാണ്. ഈ പല സ്ഥലത്തും ഈ ഇപ്പോഴത്തെ NH66 പോകുന്നത് തന്നെ തീരപ്രദേശത്ത് കൂടിയാണ്. അതായത് 50 മീറ്റർ ഇപ്പോഴും തീരപ്രദേശത്ത് നിന്ന് 50 മീറ്റർ അകലെ ഈ NH66 പോകുന്ന സ്ഥലമുണ്ട്. 15 കിലോമീറ്റർ വരെ ഉള്ള ദൂരത്താണ്, 50 മീറ്റർ മുതൽ 15 കിലോമീറ്റർ വരെയുള്ള ദൂരത്താണ് നിലവിലുള്ള NH66 പോകുന്നത്. അതിൻ്റെ ഇടയിൽ കൊണ്ടുപോയിട്ട് വീണ്ടും ഒരു തീരദേശ ഹൈവേ എന്നത് ഒരാവശ്യമുള്ള ഒരു കാര്യമല്ല യഥാർത്ഥത്തിൽ ടൂറിസം വികസനത്തിന് എന്നാണ് പറയുന്നത്. പക്ഷേ ഞങ്ങൾ ഈ UDF-നെ സംബന്ധിച്ചിടത്തോളം വികസനത്തിന് ഞങ്ങൾ എതിരല്ല. പക്ഷേ ഇന്നത്തെ കാലത്ത് വളരെ ഗൗരവത്തോടു കൂടി മാത്രമേ ഇത് നമുക്ക് കണക്കാക്കാൻ പാടില്ല. മറ്റൊരു നാലാമത്തെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പാരിസ്ഥിതികമായ ആഘാതം വളരെ വലുതാണ്. ഒന്ന്, തീരപ്രദേശം തീരശോഷണം നേരിടുന്ന ഒരു കാലഘട്ടമാണ്. കേരളത്തിലെ 590 കിലോമീറ്റർ തീരദേശത്ത് 63% പ്രദേശവും ഹൈ റിസ്കി ഏരിയയാണ്, വലിയ പ്രശ്നമുള്ള സ്ഥലമാണ്. ഇതിൻ്റെ ഇടയിൽ തന്നെ 700 ഹെക്ടർ സ്ഥലമാണ് തീരശോഷണം മൂലം തീരപ്രദേശത്ത് നഷ്ടപ്പെട്ടിട്ടുള്ളത്. അവിടെ തന്നെ കാറ്റെടുത്തും കടലെടുത്തും ഒരുപാട് പേരുടെ ജീവിതങ്ങൾ പോയിരിക്കുകയാണ്. അവിടേക്കാണ് വീണ്ടും ഒരു ഹൈവേ കൊണ്ടുവന്ന് വീണ്ടും അവരെ എവിക്റ്റ് ചെയ്യുകയാണ്. അപ്പം അത് ഒട്ടും നമുക്ക് സ്വീകാര്യമായ ഒരു കാര്യമല്ല. പിന്നെ വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ഭൂമി ഏറ്റെടുക്കുന്നതിലെ കോമ്പൻസേഷനാണ്. 2013 റൈറ്റ് ടു ഫെയർ കോമ്പൻസേഷൻ ആക്ട് വഴി ഭൂമി എടുക്കുമെന്നാണ് ആദ്യം അറിയിച്ചിരുന്നതെങ്കിലും ഇപ്പോൾ പറയുന്നത് സെക്ഷൻ 108 പ്രകാരം ഭൂമി വിട്ടു നൽകണം എന്നാണ്. അതിനകത്ത് ഒരു കള്ളത്തരമുണ്ട്, കബളിപ്പിക്കലുണ്ട് യഥാർത്ഥത്തിൽ. അത് വച്ച് യഥാർത്ഥത്തിൽ 600 ചതുരശ്ര അടിയുള്ള കുടിയിറക്കപ്പെടുന്നവർക്ക് 600 ചതുരശ്ര അടിയുള്ള ഫ്ലാറ്റോ 13 ലക്ഷം രൂപയോ നൽകുമെന്നാണ് പറയുന്നത്. അത് റൈറ്റ് ടു കോമ്പൻസേഷൻ ആക്ടിൻ്റെ പരിധിയിലൊന്നും വരുന്നതല്ല. റൈറ്റ് ടു ഫെയർ കോമ്പൻസേഷൻ ആക്ടിൽ ഭൂമിക്ക് സ്ഥലമെടുത്തുകൊണ്ടാണ് ഹൈവേയുടെ ഭൂമി കിട്ടാൻ കാരണം. അപ്പോൾ ഈ ഹൈവേയുടെ ഭൂമി റൈറ്റ് ടു ഫെയർ കോമ്പൻസേഷൻ ആക്ടിൽ എടുക്കുകയും അതിൻ്റെ 1/3 പോലും കോമ്പൻസേഷൻ വരാത്ത രീതിയിൽ ഈ തീരപ്രദേശത്തെ പാവങ്ങളുടെ ഭൂമി എടുക്കുകയും ചെയ്യുന്ന എന്ത് ന്യായമാണ്? രണ്ട് പന്തിയാണ്, ഒരു പന്തിയിൽ തന്നെ 2 രീതിയിലാണ് ചെയ്യുന്നത്. തൊട്ടപ്പുറത്ത് റൈറ്റ് ടു ഫെയർ കോമ്പൻസേഷൻ ആക്ട് അനുസരിച്ച് വലിയ തുക കൊടുത്ത് ഒരു പാക്കേജിൻ്റെ അടിസ്ഥാനത്തിൽ സ്ഥലം എടുത്തു. മറ്റേ ഗതി എന്ന് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് 13 ലക്ഷം രൂപയെ അല്ലെങ്കിൽ 600 സ്ക്വയർ ഫീറ്റുള്ള ഒരു ഫ്ലാറ്റും തരാം എന്ന് പറയുന്നത് അന്യായമാണ്, മത്സ്യത്തൊഴിലാളികളോട് കാണിക്കുന്ന അന്യായമാണ്.